എനിക്ക് ഈ 2500 രൂപയിൽ എനിക്ക് ഫുഡ് കഴിക്കാനും ഒന്നും പ്രോപ്പറായിട്ട് തികയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു അനാവശ്യമായിട്ട് പൈസ ചെലവാക്കുന്ന ഒരാളോ അങ്ങനെയൊന്നുമില്ല. നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അന്ന് അതുമില്ല. പക്ഷെ അന്ന് അവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞിട്ട് എടുത്തു വെക്കാൻ പറയാം, എനിക്ക് രാത്രി കഴിക്കാനാണ് എന്ന് പറയുമ്പോൾ മോൻ എന്തിനും ഇത്ര കഷ്ടപ്പെടണേ. അതായത് എന്നെ കണ്ട ശരിക്കും ഒരു അങ്ങനത്തെ വീട്ടിലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലൊരാളായിട്ട് അവർക്ക് തോന്നിയില്ലായിരിക്കാം. അപ്പൊ ഈ സിനിമയോട് ഇത്ര ക്രൈസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഞാൻ അത് അപ്പൊ ആ ഭക്ഷണമാണ് കഴിച്ച് അവിടെ നിന്ന്. പിന്നെ ഞാൻ ഒരു ശ്രീകൃഷ്ണ കോളേജ് പറഞ്ഞ കോളേജിന് മുന്നിൽ എന്നെ താമസിപ്പിക്കാൻ അവിടേക്ക് ആക്കിയപ്പോഴും ഭയങ്കര നിലമൊക്കെ പൊളിഞ്ഞ് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിന്നത്. അതായത് കട്ടില് മര്യാദയ്ക്ക് കടന്നെങ്കിൽ അതിന്റെ ഗ്യാപ്പ് കൂടെ താഴെ പോയി വീഴും. നേരെ മുന്നിൽ കോളേജാണ്. അവിടെയാണ് ഇപ്പൊ ദിനേശ് പ്രഭാകറുണ്ട്, ആർട്ടിസ്റ്റ് ദിനേശ് ഉണ്ടല്ലോ, ആക്ടർ, അറിയില്ലേ ദിനേശ്? കുറെ സിനിമകളുണ്ട്. അപ്പൊ ദിനേശ് അവിടെ എന്നെ പരിചയപ്പെടുന്ന ദിനേശ് ആ സമയത്താണ്. ദിനേശ് അതിൽ രസികൻ എന്ന് പറഞ്ഞൊരു പടം ദിനേശ് അഭിനയിച്ചിട്ടുണ്ട്, ലാൽ ജോസ് ഡയറക്ട് ചെയ്ത്, ദിലീപ് പടം. ആ സമയത്ത് ദിനേശ് എന്നെ പരിചയപ്പെടുന്നത്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഈ റൂമിൽ നിങ്ങളെ ഫോട്ടോസൊക്കെ ഞാൻ കാണാറുണ്ട്, നിങ്ങളുടെ പേരും എനിക്കറിയാം, പക്ഷെ നിങ്ങൾ എങ്ങനെ ഈ റൂമിൽ കഴിച്ചു കൂട്ടണം, ഭയങ്കര പെയിൻഫുൾ ഇത് കാണുമ്പോൾ എന്നെ ദിനേശ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവനെന്നെ മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു രീതിയിൽ എന്നെ അങ്ങ് ചേർത്ത് പിടിച്ചു. അവനൊന്നും ചെയ്യാൻ പറ്റില്ല, അവന് സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമയിൽ അവനൊരു വലിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞാൻ തിരിച്ചു കൊടുത്തല്ല, എനിക്കൊരു സ്പേസ് വരുമ്പോൾ അവരൊക്കെ വേണം എൻ്റെ കൂടെ. ആ ബന്ധമൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നു എന്നുള്ളതല്ല. എൻ്റെ ആദ്യ സിനിമയിൽ പോലും ഞാൻ ഉൾപ്പെടെ എല്ലാവരും പുതുമുഖങ്ങളാണ്, മീൻസ് ടെക്നീഷ്യൻസ് എല്ലാവരും. ഞാൻ അങ്ങനെ അവരൊക്കെ പ്ലേസ് ചെയ്ത, അതുകൊണ്ട് കുറെ അബദ്ധങ്ങളും മീൻസ് എനിക്ക് കുറെ നെഗറ്റീവ് പരിപാടികളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഹാപ്പിയാണ്. ഒറ്റയ്ക്കാണെങ്കിലും ഭയങ്കര ഇല്ല ഇല്ല ഇല്ല, അവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാ. ഈ ലാൽ സാറിലേക്ക് എത്തുന്നത് കിളിച്ചുണ്ടൻ മാമ്പഴമാണെന്ന് പറഞ്ഞല്ലോ. അവിടേക്ക് എത്താനുള്ള ഒരു എങ്ങനെയാ, അവിടെ ലാൽ സാർ ഉണ്ടെന്ന് അറിയുന്നു, അവിടെ പോകുന്നു, അങ്ങനെയായിരുന്നു? അത് സിനിമാ മംഗളം എന്ന് പറഞ്ഞ മാഗസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ആ ഭാഗത്തുള്ള ഫോട്ടോഗ്രാഫർ വേറൊരാളാണ്. ഞാൻ അതിക്രമിച്ച് കയറിയത് അങ്ങോട്ട്, ഈ ഒരു ഭ്രമം കാരണം കയറിയതാണ്. ഞാൻ ആ ഷൂട്ടിംഗ് കാണാൻ പൈങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആ ഭാഗത്തുള്ളതാണ്, ഒറ്റപ്പാലം സൈറ്റിൽ തോന്നുന്നു, പൈങ്കുളം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെയാണ് ഞാൻ പോകുന്നതും കാണുന്നതും. സാറിന് എന്നെ എല്ലാവരും മോനെന്ന് വിളിക്കണ പോലെ നമ്മൾ വിളിച്ചിരിക്കാം അന്ന്. പക്ഷെ എനിക്ക് ഉണ്ടായൊരു ഞാൻ സാറുള്ള എല്ലാ ലൊക്കേഷനിലും പോകുക എന്നുള്ളതാണ്. പിന്നെ മോഹൻലാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു മാഗസിൻ തുടങ്ങി. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത മാഗസിനിൽ നിന്ന് കുറച്ച് പേര് മാറിയിട്ട് അപ്പം എനിക്ക് ഒരു ഭയങ്കര ഗ്രൂപ്പായി, ഇനി മോഹൻലാൽ സിനിമകൾക്ക് മാത്രമാണ് ഞാൻ പോകേണ്ടത്. അവിടെ എനിക്ക് സാലറിയോ പട്ടിണിയോ വിഷയമേ അല്ല. ഞാൻ അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് സാറിൻ്റെ കൂടുതൽ ഷൂട്ട് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയത്. അപ്പം സാറ് എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരാളാണ്. അന്ന് ഒരു പരദേശി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഞാൻ ബാഗൊക്കെ നോക്കി സൈഡിൽ നിൽക്കുമ്പോൾ എവിടേക്കാണ് ചോദിച്ചു. അപ്പം ഞാൻ ബാഗിലേക്ക് നോക്കുക. അപ്പം ഞാൻ നിങ്ങളോടാ ഫോട്ടോഗ്രാഫറോടാ ചോദിച്ചത്. സാർ ഞാൻ എറണാകുളത്തേക്ക്, എന്നാൽ എൻ്റെ കൂടെ വരും, ഞാൻ എറണാകുളത്തേക്കല്ലേ. അപ്പം ഞാൻ, അല്ല സാറ് എൻ്റെ കോലം ഞാൻ നോക്കും, സാറിൻ്റെ ബെൻസ് കാറാണ് അന്ന്, എന്താ എൻ്റെ കൂടെ വരില്ലേ? അല്ല എന്നാ വരുമോ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ ഞെട്ടിപ്പോയൊരു പോയിന്റാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലേക്ക് വിളിക്കുക, എന്നെ പിടിച്ച് ഫ്രണ്ടിലിരുത്തി ഞാൻ അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒരിക്കൽ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കും. എനിക്ക് ബാക്കിലേക്ക് നോക്കിയാൽ ഈ ലോകം തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു നടനെ കാണാം, ജസ്റ്റ് എൻ്റെ കഴുത്തും തിരിച്ചാൽ മതി. ആ ഒരു അഹങ്കാരത്തിലിരുന്നപ്പോൾ. പക്ഷെ ഇത് എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം, ആരെങ്കിലും വിളിച്ചിട്ട് എനിക്കൊന്ന് പറയണം ഞാൻ മോഹൻലാലിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതെന്ന്. ഞാൻ എങ്ങനെ അന്ന് ഈ സെൽഫി പരിപാടി അതൊന്നും ഇല്ലല്ലോ. ഞാനൊരു സുഹൃത്തിനെ വിളിച്ചിട്ടാണ്, അവനത് വിശ്വസിച്ചില്ല. പിന്നെ സാറ് ഇടവേള ബാബു ചേട്ടനെ ഫോൺ ചെയ്യുന്നുണ്ട് അമ്മ മീറ്റിങ്ങിന്. സാറന്ന് നോർമൽ ഒരു ആർട്ടിസ്റ്റാണ്, മറ്റേ പ്രസിഡന്റ് സ്ഥാനം അങ്ങനെയൊന്നുമല്ല. പക്ഷെ സാർ ആ മീറ്റിങ്ങിന് വരിക, അത്യാവശ്യമുള്ളൊരു മീറ്റിങ്ങിന് വരുന്ന സമയത്ത് സാറ് വിളിച്ച് സംസാരിക്കുന്ന ശബ്ദം ഞാൻ മറ്റൊരാളെ കേൾപ്പിച്ചു കൊടുത്തിട്ടാണ് എനിക്കൊരു ധൈര്യം വന്നത്. പക്ഷേ സാറ് ആ ബാഗ് ഇങ്ങ് തന്നോളൂ, ഞാൻ ബാക്കിൽ വെക്കാം, എന്തിനാ കയ്യിൽ മുറുകെ പിടിച്ചോണ്ടിരിക്കണേന്ന് ചോദിച്ചു. ഞാനിത് എവിടെയും വെക്കുന്നില്ല, എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ ബാഗ് ഞാനിങ്ങനെ കൊടുത്തപ്പോൾ എൻ്റെ കൈയും സാറിൻ്റെ കൈയും കൂടെ തൊട്ടൊരു ടൈമുണ്ട്. ഞാൻ ഈ വേറെ എവിടെയായി ബെൻസ് പറക്കാണോ. ഞാൻ സാറിന് ഇതൊരു, സാറ് വളരെ നോർമലായിട്ട് എന്നെ കംഫർട്ടബിൾ ആക്കാൻ സാറ് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ഞാൻ ഈ ഒലക്ക വിഴിഞ്ഞ പോലെ ഇരിക്കുക എന്നല്ലാതെ
ഒന്നും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ സാറിനെ നോക്കാൻ പേടി. അപ്പൊ ഈ ഡ്രൈവർ എന്നെ ഇടയ്ക്കുന്നു, നീ ഓക്കെ അല്ലേ? കാരണം ഞാൻ ഇരുന്നിരിപ്പിൽ തട്ടിപ്പോകുന്നവരായൊക്കെ പേടിയുണ്ട്. ഓക്കെ ആണെന്ന് പറഞ്ഞു. അനീഷിന് വെള്ളം എന്തെങ്കിലും വേണം, എന്നോട് പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് വെള്ളം എന്തെങ്കിലും വേണോ ചോദിക്കണോ, ഇല്ല ഇല്ല ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഒന്ന് നോക്കൂ. മറ്റേ 50 ഫ്രെയിംസിലൊക്കെ ഞാൻ നോക്കണത് നോക്കി മതി, ഇനി ആ ഒരു എനർജി കൊണ്ട് എനിക്ക് കൊച്ചി വരെ പോകാൻ പറ്റും. ഞാൻ നോക്കി കണ്ടു ഒറിജിനൽ തന്നെയാണ് ഉറപ്പുവരുത്തി. അങ്ങനെ ഞാൻ സാറെ ഇങ്ങനെ എനിക്കൊരു പിന്നെ ഗസൽ, രമേശ് നാരായണൻ്റെ ഒരു ഗസൽ, എനിക്ക് ഗസൽ ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ്. നിങ്ങൾ എന്നെ നോക്കി പറയൂ സാറേ ഇഷ്ടമാണത്. ഞാനൊരു പാട്ടെടുത്തേ, അങ്ങനെ ഗസൽ സോങ് ഇട്ട് അതെനിക്ക് കേൾപ്പിച്ചത് രമേശ് നാരായണൻ്റെ ആണ്. നല്ലതല്ലേ? ആ നല്ല സാർ. എനിക്ക് പാട്ട് പാടാനൊക്കെ അറിയോ എന്ന് ചോദിച്ചാൽ, സാർ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പാടാൻ അറിയുള്ളൂ, ഞാൻ പാടുന്നില്ലേ, പിന്നെന്താ പാടിയ. അപ്പം സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പാടാൻ പറയുന്നു. ഞാൻ ഏതൊരു പാട്ട് 2 വരി പാടുന്നു. സാർ അവിടുന്ന്, ഈ ബെൻസ് ഭയങ്കര നീളമുള്ള വണ്ടിയാണ്, അവിടുന്ന് കൈയെത്തിച്ച് എനിക്ക് ഷൈക്കുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടല്ലോ, ഇനി ഞാൻ ഒരു പാട്ട് പാടട്ടെ? പാടിക്കോ. സാർ റസൂൽ നിനക്കനി വാല എന്ന് പറഞ്ഞ പാട്ട് പാടി. അത് കഴിഞ്ഞ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോ വടക്കാഞ്ചേരി ആ ഭാഗത്ത് എവിടെയാ തോന്നുന്നു സാറിന്, പരിപ്പുവട ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. അത് നമുക്കത് മേടിക്കാം എന്ന് വെച്ചു. അപ്പൊ ഞാനത് എന്നോടാണോ അതോ പുള്ളിനോടാണോ? അനീഷ് ഒന്ന് ഇറങ്ങി മേടിക്കും അത്. അപ്പൊ എന്താ, അപ്പം എടാ വട മേടിക്കേണ്ട കാര്യം പറഞ്ഞു. ആ സാറെ മേടിച്ചു. ഞാനത് അപ്പൊ അവിടെ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്ലേസ് ആണത്. അതിന്റെ ഇടയിൽ നിന്ന് ഞാനത് ക്യൂ നിൽക്കുമ്പോ ഞാൻ മനസ്സിൽ പറയണ്ട, ഞാൻ മോഹൻലാലിന്റെ പരിപ്പുവട വാങ്ങാൻ വന്നാണ്, വഴി മാറി. എന്റെ ഉള്ളിൽ ആ സാധനമൊക്കെ ഉണ്ട്. ഞാൻ പരിപ്പുവട വാങ്ങുന്നതാണ് മോഹൻലാലില്. ഞാനത് മേടിച്ചു, പെടപ്പെടാന്ന് പൊതിഞ്ഞ്, അതിന്റെ വേറെ ടേസ്റ്റ് ആണല്ലോ. ഞാനത് കൊണ്ടുവന്നു. സാർ അതിരുന്ന് കഴിക്കുന്നത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് ഭയങ്കര ആസ്വദിച്ചാണ് അതിങ്ങനെ കഴിച്ച് സാർ കൊച്ചി വരെ തന്നെ. അപ്പം പാലാരിവട്ടം, എനിക്ക് ആലിച്ചൂടായിരുന്നു എൻ്റെ സ്ഥലം. അപ്പം പാലാരിവട്ടം കുറച്ചും കൂടെ ദൂരം പോകാണ്ട്. അപ്പം ഞാൻ പാലാരിവട്ടം എന്നാണല്ലോ നമ്മൾ പറയുക. കൊച്ചിയിൽ എവിടെയാണ് സാറേ? പാലാരിവട്ടം. പാലാരിവട്ടത്തെത്തി. ഇനി ഇവിടുന്ന് നിങ്ങൾ എവിടെ നിങ്ങളെ റൂം എവിടെയാണ്? അപ്പം ഞാൻ സാറേ ആലിച്ചൂടാ. അതെവിടെയാണ്? അപ്പം ഡ്രൈവർ പറഞ്ഞു സാർ കുറച്ച് എന്നാൽ പിന്നെ അവിടെ പോവാം, അവിടെ വിടാം. ഞാൻ സാർ അത് വേണ്ട, ഇല്ലല്ല നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ്സിന് പോകണ്ടേ, നമുക്ക് അവിടെ വിടാം. ഞാൻ താമസിക്കുന്ന ഒരു ലോക്കൽ റൂമിന്റെ താഴെ കൊണ്ടു നിർത്തി എന്നെ ഇറക്കി ടാറ്റയും തന്ന പോയാളാണ് മോഹൻലാൽ. അതാ ഞാൻ പറഞ്ഞത്, നടൻ എന്നത് നമുക്ക് മാറ്റി വെച്ചാൽ ആ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ട്, ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് സാറിന് എന്നെക്കാൾ അടുത്തറിയുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ്, ഈ പറയുന്ന നാട്ടിൽ നിന്ന് ഇവിടെ ചേക്കേറി വന്ന്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര വലിയ കാര്യമാണ്.